നമസ്കാരം. ആംബുലൻസിൽ കടത്തിയ 4 കിലോ കഞ്ചാവുമായി 2 പേരെ പത്തനാപുരം പോലീസ് പിടികൂടി. നമുക്കറിയാം, രോഗികളെ കൊണ്ടുപോകാനാണ് സാധാരണയായിട്ട് ഈ ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ആംബുലൻസിൽ ഒരു പോലീസ് സംഘവും തടയും നമ്മളും കണ്ടിട്ടില്ല. പക്ഷേ ഇത് പിടികൂടില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കണം ആംബുലൻസാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഈ ഒരാഴ്ചയായിട്ട് സംഘം നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ രാത്രി 7:30 പത്തനാപുരം പിടവൂരിന് സമീപം വെച്ചാണ് ഈ റൂറൽ എസ്.പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും പത്തനാപുരം പോലീസും ചേർന്ന് പിന്തുടർന്ന് കഞ്ചാവ് സംഘത്തെ പിടികൂടിയത്. കറവൂർ സ്വദേശി വിഷ്ണു, പുനലൂർ സ്വദേശി നസീർ എന്നിവരാണ് പിടിയിലായത്. പുനലൂരിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടയിലാണ് ഈ സംഭവം. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഈ ആംബുലൻസ് സ്ഥിരമായിട്ട് ഓടുന്നത്. പത്തനാപുരം മേഖലയിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യം കിട്ടിയിരുന്ന കഴിഞ്ഞ ഒരാഴ്ചയായി നിരീക്ഷണത്തിലായിരുന്നു. കോമ്പിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായി എല്ലാ വാഹനവും ചെക്ക് ചെയ്തപ്പോഴാണ് ആംബുലൻസിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. എന്താ കുഴപ്പമെന്താ? ഈ പത്തനാപുരം മേഖലയിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം ഒരാഴ്ചയിൽ കൂടുതലായി SP അദ്ദേഹത്തിൻ്റെ സ്ക്വാഡായ ഡാൻസ് ആപ്പും ലോക്കൽ പോലീസും വളരെയധികം അലേർട്ടായിട്ട് ഇവിടെ നിരീക്ഷിച്ച് വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ DIG മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കോമ്പിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വാഹനങ്ങളും നമ്മളിന്ന് ചെക്ക് ചെയ്തത്. ഇപ്പോൾ നോർമലി ആംബുലൻസ് പോലുള്ള വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് കോമ്പിംഗ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ആംബുലൻസിൽ നിന്നും ഈ സാധനം പിടിച്ചിരിക്കുന്നത്. 2 കിലോ വീതമുള്ള 2 പാക്കറ്റുകളിലായിട്ടുള്ള 4 കിലോ കഞ്ചാവാണ്. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുല്ലൂരുകാരാണ് 2 പേരും, അല്ല ഒരാൾ ആംബുലൻസ് ഡ്രൈവറാണ്. അവരെയും പിടിച്ചെടുത്ത കഞ്ചാവും ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും. ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആംബുലൻസ് പുല്ലൂരുള്ളതാണ്. അത് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്.